ഹായ് നമസ്കാരം. ഞാൻ നമ്മുടെ മയിൽപ്പീലി നെല്ലിപ്പട്ടത്തിൻ്റെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കുഞ്ചലമാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി നമ്മുടെ ആ ഒരു ഗോൾഡൻ വലിയ ബോൾസ് മാത്രമേ ഒട്ടിക്കാനുള്ളൂ. പിന്നെ അങ്ങനെ കുഞ്ചലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മയിൽപ്പീലി നെറ്റിപ്പട്ട ആയതുകൊണ്ട് ഏതാണ് 2 കളർ മാത്രമേ നമ്മുടെ കുഞ്ചലത്തിൽ വരുള്ളൂ, പച്ചയും നീലയും. കാരണം നമ്മൾ മയിൽപ്പീലിയാണല്ലോ സൈഡിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം കണ്ണിൻ്റെ കളർ വരുന്ന പോലെ 2 കളറ്. അതിച്ചിരി ഓരോ കളറും ഒരു 2-3 പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാലേ ഉള്ളൂ ആ ഒരു കുഞ്ചലം നല്ല ഒരു തിക്കായിട്ട് നമുക്ക് ആ നൂല് കിടക്കുള്ളൂ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് അതിൻ്റെ നടുക്ക് എന്ത് ചെയ്യാം, നടുക്കൊരു കാർഡ്ബോർഡ് വെച്ച് കൊടുത്താലും നല്ല ഫുള്ളറായിട്ട് കിടക്കുവേ. ഇനി ഞാൻ ബോൾസ് വയ്ക്കുകയാണ്. മയിൽപ്പീലിയാണ്. ഞാൻ മയിൽപ്പീലി ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ എത്ര നീളത്തിൽ വേണമെന്ന് നമ്മൾ സൈഡ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ സൈഡിൽ, ആ ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ച് നോക്കണം നമുക്ക് എത്രത്തോളം ആ ഒരു നീളം വേണമെന്നുള്ളത്. അത് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ മയിൽപ്പീലി കട്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം പല രീതിയിൽ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ, പല രീതിയിൽ വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തത്. അതായത് കണ്ണ് മുഴുവൻ കാണുന്ന പോലല്ല, അപ്പം ഒരു മയിൽപ്പീലി ഫുള്ളായിട്ട് കാണുന്ന പോലെ വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഗ്യാപ്പ് വരുന്നു. എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെരിച്ച് പകുതി കാണാവുന്ന പോലെ ഫുള്ള് ഒട്ടിച്ച് പോകാനായിട്ടാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ കണ്ണുകളെല്ലാം ഒരേ ആ ഒരു ഇങ്ങനെ റൗണ്ട് വരുന്ന പോലെ ഒരേ രീതിയിൽ വരാൻ നോക്കണം, ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ആ ഒരു മയിൽപ്പീലി നമ്മൾ കട്ട് ചെയ്യുമല്ലോ, അത് എവിടുന്ന് കട്ട് ചെയ്യുന്നെന്നുള്ളത് വെച്ചിട്ടാണ് ഇതെല്ലാം ഒരേ രീതിയിൽ വരിക. ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒരെണ്ണം കാണാം ഒരു ഇച്ചിരി വലിപ്പം കൂടുതലുള്ള മയിൽപ്പീലി അല്ലേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ തുടങ്ങാനായിട്ട് കേട്ടോ. പിന്നെ ബാക്കി ഗ്യാപ്പുള്ളത് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ബീഡ്സ് ഇനി ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ഗ്യാപ്പുള്ളത് അതങ്ങ് ഫില്ലായി പൊക്കോളും. മുഴുവനായിട്ട് വെക്കുമ്പോൾ എനിക്കൊരു നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹാഫായിട്ട് വെച്ച് പോകുന്നത്. പക്ഷേ ഇതും ഭംഗിയുണ്ട് കേട്ടോ, മറ്റേതും ഭംഗിയുണ്ട്, ഇതും ഭംഗിയുണ്ട്. അപ്പം നമുക്ക് കസ്റ്റമർക്ക് എങ്ങനെയാണ് ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു 3.5 ഫീറ്റ് പിന്നെ കുഞ്ചലെല്ലാം കൂടെ കൂട്ടി ഒരു 4 ഫീറ്റ് വരുന്നുണ്ട് ഇത്. അപ്പോൾ ഇതിന് ടോട്ടൽ ഒരു 150 ഒരു 150 മുകളിൽ നമുക്ക് മയിൽപ്പീലി വന്നിട്ടുണ്ട് കേട്ടോ. ദേ നോക്കിക്കേ, ഇതും ഭംഗിയില്ലേ, കാണാൻ നല്ല രസമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഒരു ഗ്യാപ്പ് നമ്മൾ നമ്മുടെ ഫില്ലിംഗ് ബീഡ് വെച്ചിട്ട് നമ്മുടെ സൈഡ് ബീഡ്സ് ഉണ്ടല്ലോ പൊള്ളയായിട്ടുള്ള ആ സൈഡ് ബീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് പോവാണേ. അതും കൂടെ കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്ത് പോവുക. നമുക്കൊരു 150 മുകളിലാണ് ഈ ഒരു ടോട്ടൽ 4 ഫീറ്റ് വരും ഫുൾ കൂട്ടിയിട്ട്. അല്ലാതെ നമുക്കൊരു 150 മേളിലാണ് ഈ ഒരു മയിൽപ്പീലി വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഒരെണ്ണത്തിന് ഏകദേശം ഒരു 15-20 രൂപ ആ ഒരു റേഞ്ചിലാണ് ആയിട്ടുള്ളത് മയിൽപ്പീലിക്ക്. നമ്മൾ ആ സൈഡ് ഇങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ മയിൽപ്പീലി നെറ്റിപ്പട്ട കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്ന് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുഞ്ചലം കെട്ടാൻ പോവാണ്. കുഞ്ചലം കെട്ടാനായിട്ട് ആ നടുക്ക് ഭാഗത്ത് നമ്മളൊരു ഹോൾ ഇടുക. കറക്റ്റ് സെൻറ്റർ ആണോ നോക്കിയിട്ട് വേണം കേട്ടോ ഹോൾ ഇടാനായിട്ട്. നമ്മൾ കത്രിയും കൊണ്ട് തന്നെ ഇടാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അകത്തുനിന്ന് മേളിലോട്ട് ഇങ്ങനെ, അതായത് ഫ്രണ്ട് വശത്താണ് നമ്മൾ കെട്ടിടുന്നത്. അതുപോലെ ഫ്രണ്ട് വശത്ത് കെട്ടിട്ടിട്ട് ബാക്കിൽ നമ്മളൊരു വലിയ മുത്തും കൂടെ വെച്ചിട്ടുണ്ട് ആ കെട്ട് വരുന്നിടത്ത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കുഞ്ചലത്തിൻ്റെ നേരെ, അതായത് ഇത് ഫുൾ കുഞ്ചലം കൂടെ കെട്ടി കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ മയിൽപ്പീലി, അതായത് നല്ല ഫുള്ളറായിട്ടുള്ളൊരു മയിൽപ്പീലിയും കൂടെ വെച്ചിട്ടുണ്ട് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതേ ഇങ്ങനെയാണുള്ളത്. അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സി യു.